ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം കുറച്ച് കാലങ്ങളായിക്കൊണ്ട് നമ്മൾ ഒരു 6 ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 6 ചോദ്യങ്ങൾ കഴിഞ്ഞ ഒരു സീസൺ വരെ അല്ലെ സെഷൻ വരെ നമ്മൾ അക്കൗണ്ടൻസി ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ അതിൽ നിന്നും മാറി ബാങ്കിങ്ങിലോട്ട് വരികയാണ്. അപ്പോൾ ബാങ്കിങ്ങിലോട്ട് വരുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം? നമുക്ക് വ്യത്യാസങ്ങൾ സബ്ജക്റ്റ് വൈസേ പറയാൻ സാധിക്കുള്ളൂ. മാർക്ക് വൈസ് നോക്കുമ്പോൾ അക്കൗണ്ടൻസിയും ബാങ്കിങ്ങിനും ഒരേ മാർക്കാണ്, 20 മാർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ CSEBയുടെ എക്സാമിൻ്റെ പാറ്റേണിൽ ഏറ്റവും വലിയ മാർക്ക് എന്ന് പറയുന്നത് 2 സബ്ജക്റ്റുകൾക്കാണ്, ഒന്ന് അക്കൗണ്ടൻസിയും ഒന്ന് ബാങ്കിങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 സബ്ജക്റ്റും നമ്മൾ നന്നായിട്ട് പഠിക്കണം. നമ്മൾ ബാങ്കിങ്ങിൻ്റെ ഏരിയനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞാണ്, വൈഡായിട്ടുള്ള ഏരിയ ആണ് അല്ലേ. നമുക്ക് പറയുകയാണെങ്കിൽ വൈഡായിട്ടുള്ള ഏരിയ ആണ്. ആ വൈഡായിട്ടുള്ള ഏരിയയിൽ നിന്നും 6 ചോദ്യം എവിടുന്ന് വേണമെങ്കിലും ചോദിക്കാം. കൃത്യമായി ഇന്ന സ്ഥലത്ത് നിന്ന് ചോദിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല, എവിടുന്ന് വേണം ചോദിക്കാം. നമുക്ക് പറയാൻ വേണ്ടി പറ്റുക ഇവിടുന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, അതായത് ഇന്ന ഏരിയയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ കൂടുതലായി ആഴത്തിൽ ചോദിക്കാറുണ്ട് എന്നാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. അപ്പോൾ അതിനാണ് നമ്മൾ ഫോക്കസ് ഏരിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ബാങ്കിങ്ങിൻ്റെ ഒരു 6 ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് നോക്കാം. ഈ 6 ക്വസ്റ്റ്യൻ എന്താ സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, അതേപോലെ MCQs ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, വീഡിയോ മൊത്തം കാണുക. സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ആ ഒരു ഏരിയയിലായിരിക്കും നിങ്ങളുടെ വിലയേറിയ ചില ഇൻഫർമേഷൻ പോകുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണാം. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് 2 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2ഉം. എന്താ ഇവിടെ ചോദിക്കുന്നത്? ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ BSBDനെ പറ്റിയാണ്. എന്താ? ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് അല്ലെ, BSBD അക്കൗണ്ടിനെ പറ്റിയ. എന്താ നോക്കൂ, ആർ ഡിസൈൻ ഫോർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് കനോട്ട് ബി ഓപ്പൺഡ് വിത്ത് 0 ഓർ മിനിമൽ ബാലൻസ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ CASAനെ പറ്റിയാണ്. CASA എന്ന് വെച്ചാൽ കറന്റ് അക്കൗണ്ട് സേവിംഗ് അക്കൗണ്ട് എന്നാണ് CASA. എന്താ പറയുന്നത്? കമ്പൈൻ ദ ഫീച്ചർ ഓഫ് കറന്റ് ആൻഡ് സേവിംഗ് അക്കൗണ്ട് ഇറ്റ് ലൈറ്റ് ഓഫ് ദി അബവ് സ്റ്റേറ്റ്മെന്റ്, ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. അതായത് രണ്ടും കൂടി വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഏതായിരിക്കും നമുക്ക് അപ്രോപ്രിയേറ്റ് ആൻസർ ആയിട്ട് വരിക? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ 4 ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തായിരിക്കും. എന്താ ഇവിടെ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ്. രണ്ടാമത്തത് ഇത് രണ്ടും എന്താണ്? ഇൻകറക്റ്റ് ആണ്. മറ്റേതിൽ 1 ശരി, അതേപോലെ തന്നെ രണ്ടാമത്തത് തെറ്റ്. മറ്റേതിൽ 1 തെറ്റ്, രണ്ടാമത്തത് ശരി. ഏതായിരിക്കും മനസ്സിൽ വരിക? നമുക്ക് വായിച്ച് നോക്കുക തന്നെ അറിയാം അല്ലേ. ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2 വായിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇവിടെ ആൻസർ ഏതാ വരുന്നത്? D ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 ഇവിടെ ഇൻകറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ഇവിടെ കറക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് വരുന്നത് നമുക്ക് നോക്കണ്ടേ? എന്തുകൊണ്ടാണ് വരുന്നത് ചോദിച്ചാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് BSBD അക്കൗണ്ടിന്. ഇവിടെ പറഞ്ഞ എന്താണ്? BSBD അക്കൗണ്ട് ഇവിടെ പറഞ്ഞത് കനോട്ട് ബി ഓപ്പൺ വിത്ത് 0 ഓർ മിനിമൽ ബാലൻസ് എന്നാണ്. അത് തെറ്റാണ്. അതായത് BSBD അക്കൗണ്ട് എന്തായിട്ട് എടുക്കാം? ക്യാൻ ഓപ്പൺ വിത്ത് 0 ബാലൻസ് അല്ലേ. 0 ബാലൻസ് ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ട് ആണ് BSBD അക്കൗണ്ട്. അതുകൊണ്ട് തന്നെ അത് അവിടെ തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയാണ്. കാരണം എന്താ? കറണ്ട് അക്കൗണ്ട് ആൻഡ് സേവിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ 2 അക്കൗണ്ടും അല്ലേ. ഈ 2 അക്കൗണ്ടിന്റെയും ബോത്ത് ടൈപ്പ്, 2 അക്കൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 2 അക്കൗണ്ടിന്റെയും കൂടി ചേർന്നിട്ടാണ് ഇവിടെ ഏത് വരുന്നത്? CASA വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആൻസർ ആയിട്ട് ഏതാണ് വരുന്നത്? ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക D ആണ് ആൻസർ ആയിട്ട് പറയാൻ വേണ്ടി പറ്റുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ കൊടുത്തിട്ടുണ്ട്, അതേപോലെ റീസണും കൊടുത്തിട്ടുണ്ട്. എന്താ അസേർഷൻ? ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ ബാങ്ക്സ് ലീഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ദി മണി സപ്ലൈ ഇൻ ദി എക്കണോമി. ദെൻ റീസൺ, when banks provide loans, the money is deposited back into the banking system, creating additional deposit. ഇവിടം വരെയാണ് വരുന്നത്. From the above assertion and reasoning, choose the most appropriate answer. നേരത്തെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ അസേർഷനും അതിന്റെ റീസണുമാണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്താണോ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ വരിക? ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കും, അതിന്റെ ബാക്കിയായിട്ട് അല്ലെ, അതിനോട് ഉതകുന്ന രീതി, അത് കുറച്ച് വൈഡായിട്ട് നമ്മൾ എഴുതുന്നതിനാണ് അവിടെ റീസൺ ആയിട്ട് നമ്മൾ പറയാം അല്ലെ. അപ്പൊ ഇത്തരത്തിൽ നോക്കുന്ന സമയത്ത് ഏതായിരിക്കാം? ബോത്ത് A ആൻഡ് R ആർ ട്രൂ ആൻഡ് R ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് A. ഒന്നാമത്തത്. ഇനി എന്താ? ഇത് രണ്ടും ശരിയാണ്, പക്ഷേ R എന്തല്ല? കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ഇനി അടുത്തത് A ശരിയാണ്, R തെറ്റാണ്, അല്ലെങ്കിൽ A തെറ്റാണ്, R ശരിയാണ്. ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്ന സമയത്ത് നമുക്ക് നോക്കണം ക്രെഡിറ്റ് ക്രിയേഷൻ ബാങ്ക്, അതായത് ബാങ്കുകൾ ക്രെഡിറ്റ് ക്രിയേഷൻ എന്ത് ചെയ്യുന്നു? നമ്മളെ എക്കണോമിയിലെ മണി സപ്ലൈ കൂട്ടുന്നുണ്ട് ഒന്നാമതാ പറയുന്നത്. അതിന് ഭാഗമായിട്ടാണ് എന്ത് പറയുന്നത്?
അതായത് അഡീഷണൽ ഡെപ്പോസിറ്റ് ബാങ്കിലും കൂടി ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഏതാണ്, നമ്മൾ വായിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ എ തന്നെയാണ് നമുക്ക് തോന്നുന്നല്ലേ. അതായത് എ രണ്ടും എന്താണ് ശരിയാണ്. കൂടാതെ അസേഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് അവിടെ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം വരുന്നത്? നോക്കൂ, അവിടെ ബാങ്കുകൾ ക്രെഡിറ്റ് ക്രിയേഷൻ ചെയ്യുന്നതിന് നമ്മളെ മണി സപ്ലൈ എന്ത് ചെയ്യും, അവിടെ ഇൻക്രീസ് ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? അതായത് നമ്മൾ സാധാരണ ബാങ്കിൽ പൈസ, നമ്മൾ ബാങ്കിൽ നിന്ന് പൈസ എടുക്കുന്ന സമയത്ത് നമ്മൾ 30,000 രൂപ ബാങ്കിൽ നിന്ന് എടുത്തു എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് 30,000 മാത്രമല്ല അടയ്ക്കുക. എന്താ, 30,000 പ്ലസ് അതിൻ്റെ ഇൻട്രസ്റ്റ്, 30,000 അതിന് ഇൻട്രസ്റ്റും രണ്ടും കൂടി ചേർത്ത് അടയ്ക്കുക. അപ്പോൾ 30,000 അല്ലെ എതിരെ 32,000 അല്ലെ 34,000 ഒക്കെയാണ് നമ്മൾ അടയ്ക്കുക. അപ്പോൾ എന്താ, നമുക്ക് കൂടുതൽ മണി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് അവിടെ ലാസ്റ്റ് പോയി ക്രിയേറ്റിംഗ് അഡീഷണൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതാണ്, ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതാണ് ഇവിടെ ശരിയായിട്ട് വരിക. ഓക്കെ, നോക്കാം അടുത്തത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം എന്താ, ഇവിടെ കൊടുത്തിരിക്കുന്നു നമ്മൾ ലെൻഡിങ് മണിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ എന്ത് കിട്ടുന്നുണ്ട്, നമുക്കിവിടെ മണി വരുന്നുണ്ടെന്ന് പറഞ്ഞ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കാം അടുത്തത്. Which sections of the RBI Act provide the right to issue bank note and prescribe the form of the note? ഏതായിരിക്കാം വരിക? RBIയുടെ ആക്ട് പ്രകാരമാണ് പറയുന്നത്. സെക്ഷൻ 22 and 25, സെക്ഷൻ 22 and 24 and സെക്ഷൻ 22 and 23, the last one സെക്ഷൻ 22 and 26. ഏതായിരിക്കാം വരിക? RBI ആക്ട് പ്രകാരം നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്, RBI ആക്ട് പ്രകാരം റൈറ്റ് ടു ഇഷ്യൂ ബാങ്ക് നോട്ട് ആൻഡ് പ്രിസ്ക്രൈബ് ദ ഫോം ഓഫ് നോട്ട് എന്ന് പറയുന്നത് സെക്ഷൻ 22 and 26 ആണ്. സെക്ഷൻ 22 and 26 പ്രകാരമാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനിയും എന്താണ്, ഇനിയും സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഓർഗനൈസ്ഡ് ബാങ്കിങ് ഇൻ ഇന്ത്യ ഫസ്റ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദി ഫോർമേഷൻ ഓഫ് ഇംപീരിയൽ ബാങ്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇംപീരിയൽ ബാങ്ക് എന്താണെന്നുള്ളത് അല്ലേ, നമ്മൾ പഠിച്ചതാണ് ഇംപീരിയൽ ബാങ്ക്. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ്, ദ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് ബൈ മെർജിങ് ദി 3 പ്രസിഡൻഷ്യൽ ബാങ്ക്സ് എന്നാണ് അവിടെ സൂചിച്ചിരിക്കുക. രണ്ടാമത്തത്, ഇതിനകത്ത് നമുക്ക് താഴെ ഏതാണ് ശരിയെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ വായിച്ചത്, അതായത് ഒന്നാമത്തെ ചോദ്യം പോലെ തന്നെയാണ് ഇവിടെ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്, 2ഉം തെറ്റാണ്, അല്ലെങ്കിൽ 1 ശരി 2ാമത്തെ തെറ്റ്, അല്ലെങ്കിൽ 1 ശരിയാണ് 2 തെറ്റാണ്, അല്ലെങ്കിൽ 2 ശരിയാണ് 1 തെറ്റാണ്. ഇതാണ് അവിടെ വരിക. ഇതിനവിടെ ഒറ്റയടിക്ക് പറഞ്ഞു തേ ഉള്ളൂ, ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, അല്ലെങ്കിൽ ഓൺലി സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. ഏതായിരിക്കാം വരിക? ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇംപീരിയൽ ബാങ്കിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2നെ പറ്റി പറയുമ്പോൾ ഇംപീരിയൽ ബാങ്ക് വാസ് ഫോംഡ് ബൈ മെർജിങ് ദി 3 പ്രസിഡൻഷ്യൽ ബാങ്ക്. അത് നമുക്കറിയാം, അതെന്താ ശരിയായിട്ടുള്ളതാണ് അല്ലേ. 3 തരത്തിലുള്ള ബാങ്കുകൾ കൂടി ചേർന്നുകൊണ്ടാണ് എന്തുണ്ടായത്, നമുക്ക് ഇംപീരിയൽ ബാങ്ക് ഉണ്ടായത്, നമുക്കറിയാം. ദെൻ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ ഫസ്റ്റ് അതാണോ വരിക? അല്ല അല്ലേ, അവിടെ ഫസ്റ്റ് അതല്ല വരിക. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്, 1 തെറ്റാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 2 മാത്രമേ അവിടെ എന്തുള്ളൂ, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആൻസർ ഏതാണ് വരിക? ആൻസർ ഡി ആണ് ആൻസർ ആയിട്ട് വരിക അല്ലേ. ഇനി ഏതായിരിക്കാം 3 പ്രസിഡൻഷ്യൽ ബാങ്ക്? നമുക്കറിയാം, അത് ബാങ്ക് ഓഫ് ബംഗാളും ബാങ്ക് ഓഫ് ബോംബെയും ആൻഡ് ബാങ്ക് ഓഫ് മദ്രാസും ആണ്. നമ്മളറിയാം, നമുക്ക് അറിയുന്നതാണ് അല്ലെ, അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് പഠിച്ചതാണ്. ഓക്കെ, അടുത്ത് നോക്കാം നമുക്ക്. ഹൗ മെനി ബാങ്ക്സ് വെർ നാഷണലൈസ്ഡ് ഇൻ ദി ഇയർ 1980? 1980-കളിൽ എത്ര ബാങ്കുകളാണ് നാഷണലൈസേഷൻ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ പറയേണ്ട കാര്യം ഡേറ്റ് ശ്രദ്ധിക്കണം. 1980 അതിന് മുന്നേ ഉള്ളതല്ല ഇവിടെ പറയുന്നത്. ഓക്കെ, എത്രയായിരിക്കാം? 14, 8, 7, 6. അപ്പോൾ 1980 മുന്നേ ഉള്ള ഒരു നാഷണലൈസേഷൻ ആയിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് 14 എന്ന് പറയാം അല്ലേ. പക്ഷെ ഇവിടെ എന്താ, അതിനുശേഷം, അതായത് 1980-കളിലാണ്. അപ്പോൾ നമുക്ക് 14 എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ്? ഇവിടെ ആൻസർ ആയിട്ട് ഡി ആണ് വരിക. 6 ബാങ്കുകളാണ് പിന്നീട്, അതായത് 1980 6 ബാങ്കുകളാണ് അവിടെ എന്ത് ചെയ്തത്, നാഷണലൈസേഷൻ ചെയ്തത്. നമുക്ക് നോക്കാം ഏതൊക്കെയാ ബാങ്ക് എന്നത്. ആ ബാങ്കുകൾ പ്രധാനമായിട്ടും വരുന്നു ഏതാണ്? വിജയ ബാങ്ക്, അതേപോലെ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ലിമിറ്റഡ്, ദെൻ ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്ഷ്യൽ ലിമിറ്റഡ്, ദെൻ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ദെൻ കോർപ്പറേഷൻ ബാങ്ക് ലിമിറ്റഡ്, ദെൻ ലാസ്റ്റ് വൺ ആന്ധ്ര ബാങ്ക് ലിമിറ്റഡ്. ഇത്രയും ബാങ്കുകളാണ് 1980-കളിൽ എന്ത് ചെയ്തത്, ഇവിടെ നാഷണലൈസേഷൻ ചെയ്തത്. ഇതിന് മുന്നേ 14ഓളം ബാങ്കുകൾ നാഷണലൈസേഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ, ഇന്ദിരാഗാന്ധിന്റെ കാലഘട്ടത്തിൽ. നമുക്കറിയാം ഏതാണെന്നുള്ളത്.
ഏതൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം ലിസ്റ്റ്. പക്ഷേ 80കളിലേക്ക് വരുന്ന സമയത്ത് വിജയ ബാങ്ക് ലിമിറ്റഡ്, അതേപോലെ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ലിമിറ്റഡ്, അതേപോലെ ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്ഷ്യൽ ലിമിറ്റഡ്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, കോർപ്പറേഷൻ ബാങ്ക് ലിമിറ്റഡ്, ദെൻ ലാസ്റ്റ് വൺ ആന്ധ്ര ബാങ്ക് ലിമിറ്റഡ്. ഇന്ത്യ ഇത്രയും ബാങ്കുകളിലാണ് 1980കളിൽ എന്ത് ചെയ്തത്, നാഷണലൈസ്ഡ് ചെയ്തത്. ഓക്കെ, നോക്കാം അടുത്തത്. നെയിം ഓഫ് ദി ബാങ്ക്സ് വിച്ച് വർ മെർജ്ഡ് വിത്ത് ബാങ്ക് ഓഫ് ബറോഡ. അതായത് നമ്മൾ നേരത്തെ മെർജറിന്റെ കാര്യം പറയാൻ സൂചിപ്പിച്ചതായിരുന്നു. നമ്മൾ നാഷണലൈസേഷൻ കഴിഞ്ഞ അടുത്തൊരു ഏരിയയാണ് മെർജർ അല്ലേ. മെർജറിന് ഒരുപാട് വരുന്നുണ്ട്. മെർജർ ഉണ്ട്, അതുപോലെ അക്വസിഷൻ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. അത് ബാങ്ക് ലയനമൊക്കെയാണ്. അത് രണ്ട് ബാങ്കുകൾ തമ്മിൽ ലയിച്ചുകൊണ്ട് അവരുടേതായ ആസ്തികൾ വലുതാക്കാനും അതേപോലെ പുതിയ ടെക്നോളജി കൂട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മെർജറും അക്വസിഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കാം അല്ലേ. മെർജർ തന്നെ ഉണ്ട്, വെർട്ടിക്കൽ മെർജർ ഉണ്ട്, ഹൊറിസോണ്ടൽ മെർജർ ഉണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് തരമുണ്ട്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇവിടെ ബാങ്ക് ഓഫ് ബറോഡയുമായിട്ട് മേജർ ചെയ്ത ബാങ്ക് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്ഷ്യൽ ആൻഡ് ദി യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ആന്ധ്ര ബാങ്ക് ആൻഡ് കോർപ്പറേഷൻ ബാങ്ക്, അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് ബാങ്ക് ആൻഡ് അലഹബാദ് ബാങ്ക്, വിജയ ബാങ്ക് ആൻഡ് ഡെന ബാങ്ക്. ഏതായിരിക്കാം വരിക? ഇവിടെ ആൻസർ ഏതാണ് വരിക? ഡി ആണ് വരിക. വിജയ ബാങ്ക് ആൻഡ് ദിന ബാങ്ക് ആണ് അവിടെ എന്ത് ചെയ്തിരുന്നത്, അവിടെ ബാങ്ക് ഓഫ് ബറോഡയുമായിട്ട് മേർജ് ചെയ്തിരിക്കുന്നത് അല്ലേ. നോക്കാം നമുക്ക് അതിനെ പറ്റി. വിജയ ബാങ്ക് ആൻഡ് ധന ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ മേർജഡ് വിത്ത് വിജയ ബാങ്ക് ആൻഡ് ധന ബാങ്ക് ഓൺ April 1st, 2019 അല്ലേ. 2019 ഈ ഒരു എന്ത് നടന്നിരിക്കുന്നത്, ഈ ഒരു മേർജിങ് നടന്നിരിക്കുന്നത് അക്കോർഡിംഗ് ടു ദ സ്കീം ഓഫ് അമാൽഗമേഷൻ അല്ലേ. നമ്മൾ അമാൽഗമേഷൻ എന്ന സ്കീമിലാണ് അല്ലേ. അമാൽഗമേഷൻ എന്നൊരു സ്കീമിലാണ് എന്ത് നടന്നിരിക്കുന്നത്, ഇത്തരത്തിലുള്ള ലയനം നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ബാങ്കിൻ്റെ ഏരിയയുമായിട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം എന്താ, ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ടോട്ടലി ഈസി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ടും അസേർഷൻ റീസൺ ആയിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട്. അത് MCQ അടക്കം. അതായത് ക്വസ്റ്റ്യൻ്റെ പാറ്റേണുകളിൽ മാറ്റം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ്റെ പാറ്റേണുകളിൽ മാറ്റം വരുമ്പോൾ നമ്മൾ തറവായിട്ടുള്ള പഠനം അല്ലെങ്കിൽ കറക്റ്റ് ഡെപ്ത് ആയിട്ടുള്ള പഠനം അവിടെ ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിൽ CSEBയുടെ വരുന്ന എക്സാമിനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. CSTBയുടെ 60 day ബാച്ച്. എക്സാമിന് ഡേറ്റ് അറിയാം, August 3-നാണ്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് 60 ദിവസം കൊണ്ട് നമുക്ക് ഈ CSEBയുടെ സബ്ജക്റ്റുകളൊക്കെ നോക്കി നന്നായി റിവിഷൻ ചെയ്ത് അതേപോലെ തന്നെ എക്സാമുകൾ എഴുതി CSEB എക്സാമിന് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് തയ്യാറായി എക്സാം എഴുതാൻ വേണ്ടി പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ 60 day ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും വേണ്ടി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ വീണ്ടും വരും. അപ്പോൾ അതുവരെ ബൈ.